ഹായ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലാണ്. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും അടക്കം ഒരുപാട് പേര് അകപ്പെട്ടിരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലൂപ്പുണ്ട്. ആ ലൂപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, നമുക്ക് പേയ്മെന്റ് കിട്ടുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അടുത്തൊരു 50 വർഷം 60 വർഷം ചിലപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഒരു സൈക്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതൊരിക്കലും ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ട് അത് ചെയ്യാന്നുള്ളതല്ല. ഞാൻ പറയുന്നത് എന്താണ് ഇപ്പോൾ ഈ ഒരു വേൾഡിൽ, അതായത് ഇപ്പോൾ കറന്റ് സിറ്റുവേഷനിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എങ്ങനെ അതിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ഒരു നമ്മളുടേതായ ഒരു എക്കണോമിക്കൽ വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം ഡാം ഷുവർ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് തിങ്കിങ് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ലൂപ്പ്, ഇത് ഞാനിങ്ങനെ ഒരു വൈറ്റ് ബോർഡിൽ കാണിച്ചു വരുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോൺസ്റ്റന്റ് ലൂപ്പ് എന്ന് പറയുന്നതിൽ ഇപ്പം നമ്മൾ സ്കിൽ ലാബ് എന്ന് പറയും. ഇതൊരു പിരമിഡാണ്. അപ്പോൾ ഈ ഒരു പിരമിഡിന്റെ ഏറ്റവും താഴെ കാണുന്നതാണ് സ്കിൽ ലാബ്. ഈ ഒരു സ്കിൽ ലാബിൽ ത്രൂ ആണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സ്കിൽ ലാബിലുള്ള കാര്യങ്ങളാണ് ഒന്ന് സ്കൂളിൽ പോകുന്നത്, നമ്മൾ കോളേജ് കഴിയുന്നത്, നമ്മൾ അവിടുന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത്, നമ്മൾ ജോലിക്ക് കയറുന്നത്, അതിനുശേഷം നമുക്ക് പേയ്മെന്റ്സ് കിട്ടുന്നത്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത എത്ര കാലം നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും, നമ്മുടെ എല്ലാ കണ്ടീഷൻസും വെച്ചിട്ട് നമ്മൾ റിട്ടയർഡ് ചെയ്യുന്ന വരെ നമ്മൾ ഈ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ തന്നെയാണ് ഞാനും നിങ്ങളും നമ്മുടെ ലൈഫിൽ, നമ്മുടെ പേരൻസ് ആയാലും നമ്മുടെ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഈ ഒരു രീതിയിലായിരിക്കും ജീവിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അപ്പൊ അതിന് ആക്ച്വലി അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ സ്കിൽ ലാബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഗതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേലെ വരുന്നതാണ് ന്യൂ യൂണിവേഴ്സ്. അതായത് ഈ ന്യൂ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ എക്കണോമിയാണ്. അപ്പൊ ഈ ഡിജിറ്റൽ എക്കണോമിയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പല മില്യനേഴ്സ് ആയാലും ബില്യനേഴ്സ് ആയാലും ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു ന്യൂ യൂണിവേഴ്സ് ത്രൂ ആണ്. ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാശുള്ളവരാണെന്നുണ്ടെങ്കിലും, വലിയ അത്രയും ഒരു റിച്ച് ലൈഫ് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, അവരെല്ലാവരും ഈ ഒരു ന്യൂ യൂണിവേഴ്സിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അതിന്റെ ഒരു പൊട്ടൻഷ്യൽ അറിയാം. അതിൽ നിന്ന് ഇപ്പൊ അവർക്ക് ഓൾറെഡി അവർക്ക് ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കുറച്ചും കൂടി അതിനേക്കാളും ഒരു 100% മുകളിലേക്ക് അവർക്ക് അത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഈ ന്യൂ യൂണിവേഴ്സ് ത്രൂവേ അവർ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഈ ന്യൂ യൂണിവേഴ്സ് എന്താന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് ആക്ച്വലി ഒരു ഡിജിറ്റൽ എക്കണോമി ഉള്ളത്. ഇവിടെ പറയുന്ന ഒരു പേരാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ഡിജിറ്റലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇവിടുത്തെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ബുക്സ് ആവാം, ബ്ലോഗ്സ് ആവാം. നമ്മൾ എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബുക്ക് എഴുതാം. അതേപോലെ തന്നെ അതല്ലാതെ മറ്റേ സാധാ നോർമൽ ഫിസിക്കൽ ബുക്കുകൾ എഴുതാം, അതേപോലെ ബ്ലോഗ്സ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നമുക്ക് വീഡിയോസും പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ, അതായത് ഈ ന്യൂ യൂണിവേഴ്സിലേക്ക് വന്നിട്ട് ഇപ്പൊ സ്കിൽ ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ന്യൂ യൂണിവേഴ്സിലേക്ക് ഈ ഒരു സെക്ഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. കാരണം നമ്മൾ ഇത്രയും നാൾ ജീവിച്ചു വന്നൊരു ലൈഫാണ്. നമ്മുടെ ജോബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് വന്നിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സമയമോ സന്ദർഭമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ആ ഒരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഈ സ്കിൽ ലാബിൽ കഴിഞ്ഞിട്ട് ഈ ഒരു ന്യൂ യൂണിവേഴ്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പുട്ട് സം എഫേർട്ട്. അത് മസ്റ്റാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 9 to 5 ജോബ് ഉണ്ട്, നാളെ മുതൽ അത് ക്വിറ്റ് ചെയ്തിട്ട് നേരെ ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പോലെ ചെയ്യാന്നുള്ളതല്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. അതിനോടൊപ്പം തന്നെ ഒരു പേഴ്സണലി നിങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂ യൂണിവേഴ്സിൽ ഈ ഒരു ഡിജിറ്റൽ എക്കണോമിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം, ഒരു മൾട്ടിപ്പിൾ ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് എഴുതാം, നിങ്ങൾക്ക് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ്, ഇപ്പൊ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചിലപ്പം ഇന്നോ നാളെയോ അല്ലെങ്കിൽ അടുത്ത മാസമോ 2 മാസം കഴിഞ്ഞിട്ടോ എനിക്ക് ചിലപ്പം ഒന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇൻ ദ ലോങ് റണ്ണിൽ ഇപ്പൊ ഈ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് ഈ ന്യൂ യൂണിവേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ഗെയിമാണ്. അതൊരിക്കലും നമുക്കൊരു ഷോർട്ട് ടൈമിൽ ഇന്നോ നാളെയോ അല്ലെങ്കിൽ അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടറിലോ നമുക്ക് പൈസ കിട്ടുന്ന കാര്യങ്ങളല്ല. അത് ഒരു ലോങ് ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഓൺ ദിസ് ന്യൂ യൂണിവേഴ്സ്. അപ്പൊ ഇവിടെ വീഡിയോസും പോഡ്കാസ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ
ഡെഫിനറ്റ്ലി ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ബിസിനസ്സിന്റെ ഏറ്റവും ഒരു ഫണ്ടമെന്റൽ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഒന്ന് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം, നമ്മുടെ ബ്രാൻഡ് ഫെമിലിയർ ആയിരിക്കണം, നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഫ്രീ വാല്യൂ നമ്മൾ ആളുകൾക്ക് കൊടുക്കണം. ഫ്രീ വാല്യൂ കൊടുക്കുമ്പോഴേ ആളുകൾ അത് തിരിച്ചറിഞ്ഞിട്ട്, ഫ്രീ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന, ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ വാല്യൂ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് നിങ്ങൾ ഫ്രീ വാല്യൂ, ഇപ്പൊ എന്റെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ വിടുന്ന വീഡിയോക്ക് കുറഞ്ഞ വ്യൂസ് ആണെന്നുണ്ടെങ്കിലും ആ കിട്ടുന്ന ഒരു 10 വ്യൂസ് ആയാലും 50 വ്യൂസ് ആയാലും 1000 വ്യൂസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ ആ ഒരു വാല്യൂ അത് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളൊരു ഫ്രീ വാല്യൂ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളൊരു ഫെമിലാരിറ്റി, നമ്മളെ ആളുകൾ അറിയുകയാണ്. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടാവാം, അല്ല നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാവാം, അങ്ങനെയുള്ളവരായിരിക്കും നമ്മളെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വാല്യൂ നമ്മളെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നമ്മൾ ഫോളോ ചെയ്യും. അവരുടെ ഇടയിൽ നമുക്കൊരു ഫെമിലാരിറ്റി ഉണ്ടാവും. അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ന്യൂ യൂണിവേഴ്സിൽ വന്നിട്ട് നിങ്ങളൊരു IP ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇതൊരു ലോങ് ടൈം ഗെയിമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ട് നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ ജോബിൻ്റെ കൂടെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു സമയം കണ്ടെത്തിയിട്ട് മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു ഇൻഡസ്ട്രിയിലാണോ അല്ലെങ്കിൽ ഏതൊരു ടെക്നോളജിയിലാണെന്നുണ്ടെങ്കിൽ ടെക്നോളജി ചൂസ് ചെയ്യുക. അതല്ല ഇനി വേറെ ഏതെങ്കിലും ഫൈനാൻസ് ആണെന്നുണ്ടെങ്കിൽ ഫൈനാൻസ് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഇൻഡസ്ട്രി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണോ അത് നോക്കിയിട്ട് അതിൻ്റെ പുറത്ത് നിങ്ങൾ വർക്ക് ചെയ്യുക. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഫ്രീ വാല്യൂ കൊടുക്കാം ആളുകൾക്ക്. അപ്പം ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയിട്ട് ഇതൊരു ലോങ് ടൈം ഗെയിം ആണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഓഫ് തിങ്കിങ് ആദ്യം ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു യൂണിവേഴ്സിൽ വന്നിട്ട് ഈ ഒരു IP ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് നിങ്ങൾ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓഡിയൻസ് ബിൽഡ് ആവും. ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ ഒരു കണ്ടിന്യൂ വീഡിയോസ് ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഓഡിയൻസ്, നിങ്ങളെ കാണാൻ ഒരു ഓഡിയൻസ് ഉണ്ടാവും, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഡിയൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഓഡിയൻസ് ബിൽഡ് ആവുമ്പോൾ മിക്ക വലിയ വലിയ കമ്പനികളും ഇപ്പം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കമ്പനികൾ എന്നല്ല ഏതൊരു, ഇപ്പോൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ $1 million ബിസിനസ് ഒക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനി ആയിട്ട് ഫോം ചെയ്യണം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു കമ്പനി വേണമെന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്കൊരു 1% കമ്പനി എന്ന് പറയും. ഒരുപാട് 1% കമ്പനീസ് ആണ് $1 million അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഈ ഒരു യൂണിവേഴ്സിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അവർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നുണ്ട്, അവർ നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ യു വിൽ ബിൽഡ് ആൻ ഓഡിയൻസ്. ആ ഒരു ഓഡിയൻസിനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ ദ ലോങ് റൺ, ഇൻ ദ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ പ്രൊഡക്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഡിയൻസ് ത്രൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേറെ കിട്ടുന്ന റവന്യൂസും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെപ്പോഴും അതിന്റെ ഏറ്റവും ഹൈ നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, അതായത് നമ്മൾ ഈ ഒരു പറഞ്ഞ പോലെ ഈ ഒരു ഡിജിറ്റൽ എക്കണോമിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്ക് ലോങ് ടൈമിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളും നമുക്ക് ആളുകൾക്ക് വാല്യൂ കിട്ടുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സ് കൊടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഇത്രയും ഒരു റെപ്യൂട്ടേഷനും നിങ്ങളുടെ ഒരു ഫെമിലാരിറ്റി ഉണ്ടാവും, അത് നഷ്ടമാവും. അപ്പൊ നിങ്ങൾ നല്ല പ്രൊഡക്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ഫെമിലിയർ ആണ്, നിങ്ങൾ ഓൾറെഡി ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സുഖമായിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മിക്ക വലിയ വലിയ യൂട്യൂബേഴ്സും, ഇപ്പോൾ മിസ്റ്റർ ബീറ്റ് ഒക്കെ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ ഭൂരിപക്ഷം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ബില്യണർ ആവാൻ പോകുന്ന ഒരാളായിരിക്കും അദ്ദേഹം എന്നാണ്. അതായത് മിസ്റ്റർ ബീറ്റ് ആയിരിക്കും മിക്കവാറും ഒരു ബില്യണർ ആവാൻ പോകുന്നത് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഇട്ടിട്ട്. അത് സോഷ്യൽ മീഡിയ ത്രൂ പ്രസൻസിലൂടെ അദ്ദേഹമായിരിക്കും ആദ്യമായിട്ട് ഒരു ബില്യണർ ആവാൻ പോകുന്നത്. സോ അപ്പോൾ വേൾഡ് അങ്ങനെയാണ്, ലോകം അത്രയും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തിട്ട് അതിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിൽ ഇപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരികയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ പാഷന്, നിങ്ങൾക്ക് എന്തിലാണോ പാഷൻ അത് നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ആ ഒരു പാഷനിൽ നിന്നുകൊണ്ട് തന്നെ അതിലെന്താണ് പ്രോബ്ലംസ്, ആളുകൾ എന്തെല്ലാം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നുകൊണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് പേയ്മെന്റ്സ് ആണ്. അതായത് ഇതൊരു സർക്കിളാണ്. അതായത് പാഷന് നേരെ പ്രോബ്ലംസ് നേരെ പേയ്മെന്റ്സ്.
അതായത് നിങ്ങളുടെ പാഷനിൽ നിങ്ങളൊരു പ്രോബ്ലംസ് കണ്ടെത്തുന്ന ആ പ്രോബ്ലംസ് നിങ്ങൾ വേറൊരാൾക്കൊരു വാല്യൂ, ഇവിടെ ഒരു പ്രോബ്ലംസ് നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു പേയ്മെന്റ് കിട്ടും. ആ ഒരു പേയ്മെന്റ് ആയിരിക്കണം നിങ്ങളുടെ ഒരു റവന്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോഫിറ്റ്. അപ്പൊ ഇതൊരു സൈക്കിളാണ്. അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞ പാഷൻ ആയാലും പ്രോബ്ലം ആയാലും പേയ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും എക്സ്ട്രീം ലെവലിലേക്ക് ഒരിക്കലും പോകാതിരിക്കുക. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. ആ ഒരു സ്പോട്ട് കണ്ടെത്തിയിട്ട് ആ ഒരു സ്പോട്ടിൽ നിന്നുകൊണ്ട് വേണം നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ സെല് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഇൻകം, നല്ല രീതിയിലുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ഒന്നുമല്ല, നല്ല രീതിയിലുള്ള റവന്യൂ തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ മറ്റൊരു സെക്ഷൻ, ഇപ്പൊ ഈ ഒരു പിരമിഡിന്റെ സ്കിൽ ലാബിളും കഴിഞ്ഞ് ന്യൂ യൂണിവേഴ്സും കഴിഞ്ഞ് നിങ്ങൾ ഈ സ്കിൽ ലാബിൾ കഴിഞ്ഞിട്ട് സ്കിൽ ലാബിൾ ബ്രേക്ക് ചെയ്ത് ഇതിലേക്ക് ന്യൂ യൂണിവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിൽ നിങ്ങൾ ഒരു നീഷ് തിരഞ്ഞെടുത്ത് അത് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സെല് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഡാറ്റ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഡാറ്റ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ന്യൂ യൂണിവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തത് വരുന്നത് ഡാറ്റ ആൻഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ ഡാറ്റ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ സാസിന്റെ ഒക്കെ ഒരുപാട് സാസ് ടൈപ്പ് കമ്പനീസും കാര്യങ്ങളൊക്കെ 1% കമ്പനീസ് ആണ്. ഈ ഒരുപാട് കമ്പനികൾ എന്നൊക്കെ പറയുന്നത് ഒന്നും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന കമ്പനിയല്ല. ഒക്കെ ചിലപ്പം അതിൻ്റെ ഒരൊറ്റ ആൾ മാത്രം ബിൽഡ് ചെയ്ത് ഒരൊറ്റ ആൾ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി, ആ ഒരു കമ്പനി $1 മില്യൺ കാര്യങ്ങളൊക്കെ റവന്യൂ പ്രോഫിറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഡാറ്റ ആൻഡ് സോഫ്റ്റ്വെയറിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ന്യൂ യൂണിവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ്, നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിട്ട് നല്ലൊരു കമ്പനിയായിട്ട് നിങ്ങൾക്ക് ഫോം ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാത്തിലുപരി നിങ്ങളുടെ ഒരു ടൈം, ഇപ്പൊ ഈ ഒരു സ്കിൽ ലാബ് എന്ന് പറയുന്നത് പറയാലോ, ഒരു 9 to 5 ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ ജോബ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോബ് കഴിഞ്ഞിട്ടുണ്ടെന്നില്ല ആ ജോബിന്റെ ഒരു കംപ്ലീറ്റ് ആ ഒരു ടൈം കൺട്രോൾ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളായിരിക്കില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ആയിരിക്കും നിങ്ങൾ ഒരു 10 മണിക്കൂർ 9 മണിക്കൂർ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്, അതിനാണ് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നത്. പക്ഷെ ആ 8 മണിക്കൂർ 10 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളുടെ ലൈഫിൽ. കൂടാതെ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾ ഈ യൂണിവേഴ്സിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യൂട്ടിലൈസ് ചെയ്യുക ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഒരുപാട് സമയം ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ കഴിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് സംഗതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്കിൽ ലാബിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുക. അത് പഠിച്ചിട്ട് അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ന്യൂ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഡിജിറ്റൽ എക്കണോമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. അത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സൈഡ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രൈമറി ഇൻകം ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ എക്കണോമി, ഈ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ്, നിങ്ങൾ ബിൽഡ് ചെയ്ത പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് സെല് ചെയ്യാം. അത് നിങ്ങൾ ഓൺലൈൻ ത്രൂ ആണല്ലോ. ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും യൂട്യൂബിൽ ആ ഒരു വീഡിയോ ഉണ്ടാവും. അപ്പൊ അതങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രൈമറി ഇൻകം നല്ല രീതിയിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ നിന്നുകൊണ്ട് നല്ല കമ്പനീസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ബിസിനസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ആളുകളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നിങ്ങൾ അടുത്ത സ്റ്റേജായ ഡാറ്റ ആൻഡ് സോഫ്റ്റ്വെയറിലേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് വലിയൊരു കമ്പനി ഫോം ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് $1 ബില്യൺ വാല്യൂ ഒക്കെ ഉള്ള കമ്പനീസ് ഒക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏതൊരു കമ്പനി ആണെങ്കിലും എന്തൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത് അവർക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നതാണ് ഏതൊരു ബിസിനസ്സിന്റെയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഇവിടെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഓഡിയൻസ് ഉണ്ടാവും, നിങ്ങൾക്കൊരു കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ നിന്നുകൊണ്ട് പറ്റും.
അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ പോകാതിരിക്കുക. നിങ്ങളുടെ പാഷനും ആ പാഷനിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു പ്രോബ്ലംസ് കണ്ടെത്തുക, പ്രോബ്ലംസ് നിങ്ങൾ സെല് ചെയ്യുക, അതിൽ നിന്ന് പേയ്മെന്റ്സ് കിട്ടുക. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഫ്രീ വാല്യൂ ഫെമിലാരിറ്റി, ഈ ഫ്രീ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫ്രീ വാല്യൂവിൽ ചിലപ്പോൾ 90% ആളുകളും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യുന്നില്ല. അതിൽ നിങ്ങൾക്ക് 90 ഇപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് 90% പേര് മേടിക്കണം എന്നില്ല. അതിലൊരു 10% പേര് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല രീതിയിലുള്ള ഒരു റവന്യൂ, നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം ഏതാണ്, നിങ്ങൾ ഈ പിരമിഡിൻ്റെ സ്കിൽ ലാബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തസ്തികയിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത അതിൻ്റെ മുകളിലുള്ള ന്യൂ യൂണിവേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ എക്കണോമിയിലേക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, അവിടെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഡെയിലി ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ മാറ്റങ്ങളെ കുറിച്ചിട്ട് അറിയാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ അടുത്ത മുകളിലേക്ക് ഡാറ്റ ആൻഡ് സോഫ്റ്റ്വെയർ എന്നുള്ള ആ ഒരു തസ്തികയിലേക്ക് പോകുമ്പോൾ, ആ പിരമിഡിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഇൻകം നിങ്ങൾ ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. നല്ല രീതിയിലുള്ള ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കുക, ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അറിയാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.